മനസ്സന്മാരെ, ഞാൻ മജീദാണ്. ഇന്ന് രാവിലെ പണിക്കിറങ്ങിയതാണ്. വെച്ചാൽ വീടിൻ്റെ പുറത്താണ് പണി. മഴ കണ്ടില്ലേ നിങ്ങൾ? വീടിൻ്റെ തേപ്പാണ്. ഇതാണ് ഞങ്ങൾ എടുക്കുന്ന പണിസ്ഥലം. ഇത് കണ്ടില്ലേ? ഇത് ഈ വീടിൻ്റെ മുകൾ ഭാഗമാണ്. കണ്ടില്ലേ? ഈ സ്ലാബിൻ്റെ പുറത്ത് മഴ പെയ്ത വെള്ളം കണ്ടമാനം നിൽക്കുകയാണ്. ഇത് സ്ലാബ് വാർത്തത് ഇത് ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ പുറത്തേക്ക് സ്ലോപ്പില്ലത്. കണ്ടില്ലേ? കോണിക്കോടിൻ്റെ ചുമരിൻ്റെ അവിടേക്കാണ് വെള്ളം നിൽക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, മലയാളീസ് മടിയന്മാരെന്ന് പറയുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ്. ഇന്ന് പെരുമഴയാണ്. അപ്പോൾ ഈ പാരപ്പറ്റ് തേക്കൽ നടക്കൂല. അപ്പോൾ ഞങ്ങൾ എന്താ കാട്ടുന്നത്? ഞങ്ങൾ തൃശ്ശൂരാണ് പണി. കരുവാരക്കുണ്ടിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂരാണ് പണി. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേജ് കെട്ടിങ്ങാണ്ട് ഇതിൻ്റെ ചുമരാണ് അടിക്കുന്നത്. ഇതിൻ്റെ ചുമര്. ഓക്കെ. അപ്പോൾ ഒരിക്കലും മലയാളീസ് മടിയന്മാരെന്ന് പറയുന്നത്, മടിയില്ല ആൾക്കാർ കുറച്ചുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ഇല്ല മലയാളീസും മടിയില്ലാത്ത ആൾക്കാരാണ്. മനുഷ്യന്മാരെ, ആ സൺസൈഡിൻ്റെ കരവൂണി പിടിച്ച് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ സൺസൈഡും അതേമാതിരി ചുമര് തേപ്പും കഴിഞ്ഞു ഈ ഭാഗം. പിന്നെ ഇനി ആ ഭാഗത്തേക്കാണ് അത് മഴയൊന്നും പോകണം. അല്ലാതെ അവിടെ എങ്ങനെ തേക്കാൻ കഴിയൂല. കാരണം ഇവിടെ കടപ്പുറം ഏരിയയാണ്. ഇവിടെ മഴയത്ത് കാറ്റടിച്ചാൽ സീറ്റൊക്കെ പൊട്ടിയാണ് പോവുകയാണ്. എന്നുവെച്ചാൽ പൊന്തിച്ച് കെട്ടിയാൽ. തീമെന്നെ പലരും വിളിച്ചു, എത്ര രാവിൽ വിശപ്പ് സഹിച്ചു. സ്വന്തം കാര്യമാണെല്ലാവർക്കും ചിന്ത, സ്വന്തക്കാരോ എനിക്ക് ഇല്ല. യത്തീമെന്നെന്നും പലരും വിളിച്ചു, എത്ര രാവിൽ വിശപ്പ് സഹിച്ചു. അപ്പോൾ മനുഷ്യന്മാരെ, പണി കരിങ്ങാണ്ട് ഇവിടെ റൂമിലെത്തിക്കണേ. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയ ചോറും ഉള്ളിക്കൂട്ടാനുമാണ്. അപ്പോൾ ബാക്കിയുള്ളത് വന്നേക്കനെ തിന്നുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, മഴക്കാലമാണ്. എല്ലാവർക്കും പണി ഉണ്ടാവില്ല. പണി ഇല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അയലോക്കത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്ത് ആരേലും പണിയില്ലാതെ, പൈസ ഇല്ലാതെ, ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും അടക്കമുള്ള ആൾക്കാർ അവരെ കണ്ടെത്തിക്കാണ്ട് അവരെ സഹായിക്കുക. അതേമാതിരി അസുഖമായിട്ട് മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരെയൂടെ നമ്മൾ കണ്ടെത്തിയാണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചാൽ മലയും പോരുന്നൊരു ചെല്ലല്ലേ. എന്നു വെച്ചാൽ ഓരോ ആൾക്കാരും ഓരോ ഉറപ്പിച്ച എടുത്താൽ തന്നെ 1,00,000 ആൾക്കാർ ഓരോ ഉറുപ്പ്യ എടുത്താൽ എത്ര ഉറുപ്പ്യ ഉണ്ടാകും? 1,00,000 ഉറുപ്പ്യ ആയി അല്ലേ? നമ്മുടെ കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പകുതി ആൾക്കാർ ഇതേമാതിരി ഓരോ ആൾക്കാരെ സഹായിക്കാൻ ഓരോ ഉറുപ്പ്യ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരെയും സഹായിക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.